ഗൈസ് വെൽക്കം ബാക്ക്. നമസ്കാരം. ഒരു ഹോട്ട് ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അറ്റ് ലാസ്റ്റ് താങ്ക് യു ക്രിസ്റ്റ്യൻ എറിക്സൺ, ബൈ ബൈ. അങ്ങനെ ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. എറിക്സൺ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹീ ഈസ് നോട്ട് ഗോയിങ് ടു റിന്യൂ ദ കോൺട്രാക്ട്. നമുക്കെല്ലാവർക്കും അറിയായിരുന്നു ഓൾമോസ്റ്റ് പുള്ളിക്കാരൻ പോകുന്നു. അപ്പോൾ അത് ടോട്ടലി ഒരു 75-90% ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്. എന്തായാലും സമ്മർ വരെയാണ് പുള്ളിയുടെ കോൺട്രാക്റ്റ് ഉള്ളത്. പുള്ളി എന്തായാലും ഇനി അത് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. പുള്ളി എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് എന്തായാലും ചെയ്യില്ല എന്ന് ഉറപ്പാണ്. കാരണം കുറച്ച് പ്ലേയേഴ്സിനെ ഓൾറെഡി ഒരു ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. കാരണം കോൺട്രാക്റ്റ് ഇനി എക്സ്പയർഡ് ആവാൻ പോകുന്ന ആരെയും ഇനിയൊരു ന്യൂ റിന്യൂവൽ കൊടുക്കുന്നില്ല. അപ്പോൾ അതിൽ ഫസ്റ്റ് വിക്കറ്റ് 1 ഡൗൺ എന്ന് നമ്മൾ പറയില്ലേ, അപ്പോൾ ആ 1 ഡൗണിൽ ഫസ്റ്റത്തെ പേര് വരുന്നതാണ് ക്രിസ്റ്റ്യൻ എറിക്സൺ. ഇനിയും ഇതുപോലത്തെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ കസമേറോ വരാനുണ്ട്. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വിൻ്ററിൽ തന്നെ പുള്ളിക്കാരനെ ഏതെങ്കിലും ക്ലബിന് കൊടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ക്ലബ്ബ് പുള്ളിക്കാരനെ വാങ്ങാൻ, നമ്മൾ എറിക്സണിനെ വാങ്ങാൻ താല്പര്യമാണെങ്കിൽ നമുക്ക് കുറച്ചൊരു എമൗണ്ട്, ഒരു 10-15 or 20 മില്യൺസ് നമുക്ക് എറിക്സണിന് വെക്കാനുള്ളതാണ്. കാരണം പുള്ളീൻ്റെ അടുത്ത് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്ന പോലെ അയാക്സിലേക്ക് തന്നെ പുള്ളി തിരിച്ചു പോവുകയാണെങ്കിൽ ഒരു 10 മില്യൺ or 15 മില്യൺ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ വിൻ്ററിൽ ആരെങ്കിലും നോക്കണം. ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നല്ലൊരിതായിരിക്കും. അതല്ലെങ്കിൽ ഫ്രീ ഏജൻ്റായിട്ട് പുള്ളിക്കാരൻ സമ്മറിൽ എന്തായാലും യുണൈറ്റഡ് വിട്ട് പോവാണ്. അതിപ്പോൾ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ട് പുള്ളിയുടെ സൈഡിൽ നിന്ന് തന്നെ ഒരു ട്വീറ്റ് ഞാനിപ്പോൾ കണ്ടതാണ്. അപ്പോൾ അത് കൺഫേംഡ് ആണ്. ഇനി ഇങ്ങനെ കുറച്ച് നമ്മുടെ എറിക്സൺ അല്ല, നമ്മുടെ കസമേറോ ഇതുപോലെ തന്നെ കോൺട്രാക്റ്റ് സമ്മറിൽ കഴിയും. അപ്പോൾ പുള്ളിയും പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരുടെയൊക്കെ വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് വേജസ് ആണ്. അപ്പോൾ അത് ഇപ്പോൾ ഇനിയോസിന് ഓൾറെഡി ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പം നമുക്കിങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് പോകുന്നത് തന്നെയാണ് നല്ലത്. ആരെയും പുതിയതായിട്ട് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് അക്കാദമിയിൽ നിന്ന് കുറച്ച് നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. ഇനിയിപ്പം എറിക്സൺ പോയ ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു പുതിയ പ്ലെയറിനെ വാങ്ങാം. ഇല്ലെങ്കിൽ നമുക്ക് ടോബി കൊളിഹറിനെ മുന്നോട്ടേക്ക് നമ്മുടെ ഫസ്റ്റ് ലെവൽ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളും നടത്തുകയും ചെയ്യാം. പിന്നെ അതുപോലെ ഒരു കംപ്ലീറ്റ് വാഷ് ഔട്ട് ആസ് യൂഷ്വൽ, ഞാൻ പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് വാഷ് ഔട്ട് നിർബന്ധമാണ്. അതിൽ എൻ്റെ ഒരു ലിസ്റ്റിലുള്ള 3-4 പ്ലെയേഴ്സിന് എറിക്സൺ ഉണ്ടായിരുന്നു, കസമേറോ ഉണ്ടായിരുന്നു, പിന്നെ ഡാലോ, അതുപോലെ മലാഷിയ. ഇതൊക്കെ ഓൾമോസ്റ്റ് പോകേണ്ട പാർട്ടീസാണ്, പോയേ മതിയാവുള്ളൂ എന്നുള്ള പോലത്തെ പാർട്ടീസാണ്. പിന്നെ ഇനിയും കൂടുതൽ ട്രാൻസ്ഫർ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ആയല്ലോ. ജനുവരി എല്ലാവർക്കും അറിയുന്നത് പോലെ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ട്രാൻസ്ഫർ റൂമേഴ്സും കൺഫേംഡ് ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പം തന്നെ ന്യൂനോ മെൻഡിസിൻ്റെതും ഏകദേശം ഓൾമോസ്റ്റ് 75% ഓക്കെ ആയി. ടോക്സൊക്കെ പോസിറ്റീവാണ്. കാരണം പേഴ്സണൽ ടേംസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആ വാല്യൂവും കാര്യങ്ങളൊക്കെ കൺഫർമേഷൻ കിട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്ക് PSG ഒരു പ്ലേ ടൈമൊന്നും കിട്ടുന്നില്ല. പുള്ളി തന്നെയാണ് PSG പറഞ്ഞത്, ഞാൻ ഓക്കെയാണ്, ഞാൻ പോവാണ്, എനിക്ക് യുണൈറ്റഡിൽ പോകാനാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരട്ടെ, നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ബൈ.